ഇന്ന് നമുക്കൊരു നെത്തോലി മീൻ വച്ചിട്ടുള്ള ഒരു ചെറിയ തോരൻ ഉണ്ടാക്കാം. അതിന് തേങ്ങ, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വെണ്ണമ്പുളി, കുരുമുളക് പൊടി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നെത്തോലി തോരന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് വച്ചിട്ട് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കാം. തോരന് വേണ്ടി നെത്തോലി തോരൻ അല്ലെങ്കിൽ പീര പറ്റിക്കുക എന്നൊക്കെ പറയും. അതിനു വേണ്ടിയുള്ള അരപ്പ് റെഡിയായി. ഇതിനകത്ത് ഉള്ളി, കാശ്മീരി മുളക് പൊടി, മറ്റേ മുളകും സാധാരണ മുളകും പൊടിയും കുറച്ചിടാം. ഇതിൽ ഇട്ട് കുറച്ച് ഉള്ളിയും ആയിട്ട് ഒന്ന് ചതച്ചെടുത്ത തേങ്ങയാണിത്. ഒരു ചട്ടിയിൽ നെത്തോലി പീര വറ്റിക്കാനുള്ള അരപ്പ് അതിലേക്ക് ഇടാം. കൂടാതെ ഇതിനകത്ത് തന്നെ നമുക്ക് പിളമ്പുളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, എല്ലാം ഇട്ട് ഉപ്പ് ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കാം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം മതി. എന്നിട്ടിത് തിളയ്ക്കുമ്പോൾ നന്നായിട്ട് അടച്ചു വെച്ച് മീൻ വേകുന്നത് വരെ നമുക്ക് വേവിക്കാം. നമ്മുടെ നെത്തോലി തിളച്ച് വേവാറായി, ഏകദേശം വറ്റി. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ കടുക് പൊട്ടിക്കേണ്ടവർക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് താളിക്കാം. അല്ലെങ്കിൽ ഇത് ഇച്ചിരൂടെ വരട്ടിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം ഇത് വേവാറായി. അങ്ങനെ നമ്മളെ നെത്തോലി തോരൻ റെഡിയായി. ഇതിനകത്ത് തേങ്ങ ആണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ കടുക് പൊട്ടിക്കണമെന്നില്ല. എണ്ണ കുറച്ച് വേണ്ടുന്നവർക്ക് അല്ലെങ്കിൽ കടുക് പൊട്ടിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിക്കാം, അങ്ങനെ എടുക്കാം. നമ്മൾ പൂർണ്ണമായിട്ട് ഇത് ശരിയായി. ഇനി ഇത് കഴിക്കാൻ പാകത്തിനായ നെത്തോലി തോരനായിട്ട് ആയി. അപ്പം നെത്തോലി തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി എണ്ണ വേണ്ടുന്നവർക്ക് ഒഴിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാൻ എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് ഉപയോഗിക്കണ്ട. കടുക് വേണമെങ്കിലും പൊട്ടിച്ചിടാം. ഇത് കഴിക്കാൻ പാകത്തിനായി റെഡിയായി കഴിഞ്ഞു. ഈ നെത്തോലി തോരൻ വളരെ ഹെൽത്തിയാണ്. ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും കാൽസ്യവും ഒക്കെ അടങ്ങിയ നല്ലൊരു ഡിഷാണ്. കേരളീയർ പ്രത്യേകിച്ച് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇത്.